Hello everyone, welcome once again. ഇന്ന് ഈ വീഡിയോയിനകത്ത് യൂണിഫോം ബെൻഡിങ് എലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്ററിൽ യൂണിഫോം ബെൻഡിങ് എന്നുള്ള ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. യൂണിഫോം ബെൻഡിങ്, ഇറ്റ്സ് ഡെറിവേഷൻ ആൻഡ് ഓൾസോ ആൻ എക്സ്പെരിമെൻ്റൽ വർക്ക് റിലേറ്റഡ് ടു യൂണിഫോം ബെൻഡിങ്, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് യങ്സ് മോഡുലസ് ബൈ യൂണിഫോം ബെൻഡിങ് ബൈ യൂസിങ് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിൽ യൂണിഫോം ബെൻഡിങ്ങിന് നമുക്കൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ, അതിൽ യങ്സ് മോഡുലസ് y കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, യൂസിങ് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ്, ആ മെത്തേഡാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് യൂണിഫോം ബെൻഡിങ്. യൂണിഫോം ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇറ്റ് സെൽഫ്, യൂണിഫോംലി ബെൻഡ് ചെയ്യുന്നു അല്ലേ. ഓൺ ബോത്ത് സൈഡ്സ് നമ്മൾ വെയിറ്റ് അപ്ലൈ ചെയ്ത്, അപ്പോൾ നമ്മൾ മുന്നേ ഈ ഇലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്ററിൽ ബെൻഡിങ് മൊമെൻറ്റ് പഠിച്ചു. പിന്നെ അതേപോലെ എന്താ കാൻഡിലിവർ, അത് റിലേറ്റ് ചെയ്തുള്ള എക്സ്പെരിമെൻ്റ് ആയിരുന്നു കാൻഡിലിവർ. അതായത് ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കുകയും മറ്റേ പോയിന്റ് ഫ്രീ ആക്കി വെക്കുകയും, ആ ഫ്രീ ആയിട്ടുള്ള എൻഡിലേക്ക് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിട്ട് അവിടെ നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു ഡിപ്രഷൻ്റെ അല്ലേ. ഇവിടെ നമ്മൾ യൂണിഫോം ബെൻഡിങ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ, അതായത് ഒരു ബീമിൻ്റെ സെൻറ്ററിനെ നമ്മൾ സ്റ്റഡിയാക്കി വെക്കുകയും അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുത്ത് വെക്കുകയും അതിൻ്റെ രണ്ട് എൻഡ്സും, ആ ബീമിൻ്റെ രണ്ട് എൻഡ്സും എന്താണ് യൂണിഫോംലി വെയിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നടുക്ക് അത് ആ ബീമിനെ പിടിച്ചു നിർത്താനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലും വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് സൈഡ് ഹാങ് ചെയ്യും അല്ലേ. ആ വെയിറ്റ് ഹാങ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഒരു ബെൻഡിങ് ഉണ്ടാവും ആ ബീമിന്. അപ്പോൾ ആ ബെൻഡിങ് ആണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്, യൂണിഫോം ബെൻഡിങ്. ഇത് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ നോൺ യൂണിഫോം ബെൻഡിങ്ങും ഉണ്ട്, അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, അതും വായിച്ചു നോക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്തുനിന്ന് ഒത്തിരി എലാസ്റ്റിസിറ്റി എന്നുള്ളൊരു ചാപ്റ്റർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഷോർട്ട് ക്വസ്റ്റ്യനായിട്ടും ഡെറിവേഷനായിട്ടും പ്രോബ്ലമായിട്ടും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ യൂണിഫോം ബെൻഡിങ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഷിയർ ഫോഴ്സ് ഇസ് 0. ഇതിൻ്റെ കേസിൽ യൂണിഫോം ബെൻഡിങ്ങിൽ ബെൻഡിങ് മൊമെൻറ്റ് അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഷിയർ ഫോഴ്സ് ഇസ് 0. ദ ബീം ഈസ് ലോഡഡ് യൂണിഫോംലി ഓൺ ബോത്ത് എൻഡ്സ്. ദ ബെൻഡ് ബീം ഫോംസ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പോൾ എന്ത് സംഭവിക്കുക, നിങ്ങളുടെ മനസ്സിൽ തന്നെ വരിക, ഒരു വുഡൻ സ്കെയിൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ ബീം അല്ലെങ്കിൽ ഒരു മെറ്റൽ സ്കെയിലിന് നമ്മൾ ഒരു നൈഫ് എഡ്ജിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് സെൻറ്ററിൽ കൊടുത്ത് അവനെ അവിടെ അടക്കി നിർത്തിയേക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും അവൻ്റെ രണ്ട് ഫ്രീ എൻഡ്സിലും ഓരോ വെയിറ്റ് തൂക്കിയിട്ട് എടുത്താൽ എന്ത് സംഭവിക്കും, അവൻ വളഞ്ഞ് ഒരു സർക്കിളിൻ്റെ ഒരു ആർക്ക് ഫോമിൽ, ഒരു ഹാഫ് ഫോമിലായിട്ട് വരും അല്ലേ. ഒരു സർക്കിളിൻ്റെ ഒരു ആർക്ക് ഫോമിൽ അവൻ കാണപ്പെടും. അതാണ് നമ്മളിവിടെ പറയുന്ന യൂണിഫോം ബെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എലവേഷൻ ഇൻ ദ ബീം ഈസ് പ്രൊഡ്യൂസ്ഡ്. ദിസ് ബെൻഡിങ് ഈസ് കോൾഡ് യൂണിഫോം ബെൻഡിങ്. Now we are going to derive the expression. ഓക്കെ, അതിനു വേണ്ടി ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ച് പഠിക്കണം. രണ്ട് നൈഫ് എഡ്ജസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സെൻറ്ററിലല്ല ഞാനിവിടെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. യൂണിഫോം ബെൻഡിങ് വരുമ്പോഴേക്കും രണ്ട് സൈഡും യൂണിഫോംലി ബെൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലും ഓരോ സപ്പോർട്ടായിട്ട്, അതായത് ഒരു എഡ്ജിലല്ല നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്, ഒരു പോയിന്റിൽ എയും ബിയും എന്നുള്ള ഒരു പോയിന്റിൽ നമ്മളൊരു സ്കെയിൽ വെച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബീം വെച്ചു. എന്നിട്ട് രണ്ട് എഡ്ജിലും, അതായത് സി ഡി എന്നുള്ള എഡ്ജിൽ ഞാൻ വെയിറ്റ് അപ്ലൈ ചെയ്തു. അതാണ് വെയിറ്റ് ഡൗൺവേർഡായിട്ട് കാണിച്ചിരിക്കുന്നത്. എങ്ങനെ, എ ബി എന്നുള്ള രണ്ട് നൈഫ് എഡ്ജസ് കാണിച്ചിട്ടുണ്ട്. അതാണ് ഈ ട്രയാങ്കിൾ, ബ്ലാക്ക് ട്രയാങ്കിൾ കാണിച്ചിരിക്കുന്നത്. അത് എയും ബിയും. അതിൻ്റെ പുറത്തേക്ക് ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ബീം, മെറ്റൽ ബീം എന്തെങ്കിലും വെച്ചു. ഓക്കെ, അതിനൊരു സെൻറ്റർ പോർഷൻ ആ ബീമിന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാണ് ഡോട്ടഡ് ലൈൻ. ഈ ബീമിൻ്റെ സെൻറ്ററാണ് ഒ. ഇനി നൈഫ് എഡ്ജിൽ നിന്നുള്ള വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കാണ്, അപ്വേർഡ് ഡയറക്ഷനിലേക്ക്. ഇനി ഈ രണ്ട് ഫ്രീ എൻഡ്സ് ഓഫ് ദിസ് ബീമിൽ നമുക്ക്, അതായത് സിയും ഡിയും, ആ രണ്ട് പോയിൻറ്റ്സിൽ എന്താണ്, ഒരു വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കണ്ടല്ലോ, ഇവിടെ നിന്ന് ഡൗൺവേർഡ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നൈഫ് എഡ്ജിൻ്റെ അവിടെ നിന്നുള്ള വെയിറ്റ് അപ്വേർഡും ആക്ട് ചെയ്യുന്നു, രണ്ട് നൈഫ് എഡ്ജിന്. ഓക്കെ, ഈ രണ്ട് വെയ്റ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പി എന്ന് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി
നൈഫ് എഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് L എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൺസിഡർ എ ബീം സപ്പോർട്ടഡ് സിമെട്രിക്കലി ഓൺ 2 നൈഫ് എഡ്ജസ്. എന്നാൽ മാത്രമേ നമുക്ക് യൂണിഫോം ബെൻഡിങ് കിട്ടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു സെൻറ്ററിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയെന്ന്. അത് നമ്മൾ നോൺ യൂണിഫോം ബെൻഡിങ്ങിൻ്റെ സ്റ്റഡി വരുമ്പോഴാണ്. ഇവിടെ യൂണിഫോം ബെൻഡിങ് സിമെട്രിക്കലായിട്ട് ബെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നൈഫ് എഡ്ജസ് 2 എണ്ണം വേണം, എയും ബിയും, വിത്ത് എ ലെങ്ത് L ബിറ്റ്വീൻ ദ നൈഫ് എഡ്ജസ്. ലെങ്ത് ആണ് നൈഫ് എഡ്ജസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L. The beam is loaded with equal weights. W is equal to mg at the ends at equal distance P from the knife edges as shown in the figure 1. The bar is bent uniformly since it is loaded symmetrically at both ends. Let delta be the elevation of the midpoint O of the bar when it is loaded. So O is the midpoint. Now consider the equilibrium of one half of the bar, say OC. അതേതാ നമ്മൾ ബെൻഡ് ചെയ്ത് ഈ ഒരു പോർഷൻ, സെൻറ്റർ പോർഷനിൽ നിന്ന് സി എന്നുള്ള പോർഷൻ. ഓക്കെ. ദ ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് സെക്ഷൻ ഓഫ് ദ ബീം ആർ ദ ലോഡ് W ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണല്ലോ. ഓർത്ത് നോക്കുക ഫിഗർ. താഴേക്കാണ് ഫ്രീ എൻഡിൽ, സി എന്നുള്ള എൻഡിൽ വെയിറ്റ് ഡൗൺവേർഡാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റിയാക്ഷൻ W ആക്ടിങ് വെർട്ടിക്കലി upwards at the knife edge A. ഇവിടെയാണ് നമ്മൾ നൈഫ് എഡ്ജ് വെച്ചിരുന്നത്. ഇവിടെ ഇവിടെയായിരുന്നു നമ്മുടെ നൈഫ് എഡ്ജ് ഇരുന്നത്. അവിടെ നിന്ന് വെയിറ്റ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നു, റിയാക്ഷൻ അല്ലേ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിസ്റ്റൻസ് തമ്മിൽ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നു. ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് കപ്പിൾ ഈസ് ഗിവൺ ബൈ WP. When the equilibrium is attained, this moment is placed by the bending moment, that is yi by r. Therefore WP is equivalent to yi by r. Clear ആണ്? ഇക്വലിബ്രിയം കണ്ടീഷൻ വരുമ്പം മൊമെൻറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. മൊമെൻറ്റ് ഓഫ് കപ്പിളും അതേപോലെ ബെൻഡിങ് മൊമെൻറ്റും തമ്മിൽ equivalent out. That is WP is equal to yi by r. The bar bends into arc of a circle. Figure 2 represents the relation. ഈ രണ്ടാമത്തെ ഫിഗറും വരച്ച് പഠിക്കാനുള്ളതാണ്. അതെന്താണ്? ഈ ബെൻഡിങ് ആയിട്ടുള്ള OC എന്നുള്ളൊരു ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതിനെ നമ്മൾ ആ ആർക്കിൻ്റെ ഒരു ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ബീം ബെൻഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫുൾ സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുവാണ് റിലേഷൻ ഓഫ് ഡിപ്രഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ പഠിക്കാനായിട്ട്. അപ്പം റിലേഷൻ ഓഫ് ഡിപ്രഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2r മൈനസ് ഡെൽറ്റ എന്നാണ് അതിൻ്റെ റിലേഷൻ. ഇഫ് r is the radius of curvature of neutral surface. Neutral surface എന്ന് പറഞ്ഞാൽ എന്താണ്? The surface where the beam neither elongates nor compress. അപ്പോൾ അവിടെ കംപ്രഷനോ എലോങ്ങേഷനോ നടക്കാത്ത ആ ഒരു ഏരിയ, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ പറയുന്നത്. r is the radius of curvature of the neutral surface and delta is the elevation. Then from the geometry of the figure we can write 2r minus delta into delta is equal to L by 2 into L by 2. From the figure ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 2r minus delta into delta is equal to L by 2 into L by 2. ഓക്കെ. ഇനി അതിൽ നിന്ന് 2r delta minus delta square is equal to L square by 4. Put it as equation number 2. ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയ ഡിപ്രഷനാണ്. നമുക്കറിയാം സ്കെയിലിൽ നമ്മളൊരു വെയിറ്റ് അപ്ലോഡ് ചെയ്ത്, നിങ്ങൾ ഇനി ഇതെല്ലാം ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ്. ടോർഷൻ പെൻഡുലം ആയാലും ക്യാൻഡിലിവർ ആയാലും ഈ എക്സ്പെരിമെൻറ്റ്സ് ആയാലും ഏതായാലും നിങ്ങളിത് ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കിത് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളവിടെ വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പം ആ വെയിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് താരുന്നത്, ഈ ഒരു ബീം താരുന്നത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ ഡെൽറ്റ സ്ക്വയർ എന്ന് പറയുന്നത് വിൽ ബി വെരി വെരി സ്മോൾ. സോ വി ക്യാൻ കമ്പയർ ദിസ് ടു 2r ഡെൽറ്റ ഈസ് ഈക്വൽ ടു L സ്ക്വയർ ബൈ 4. അതായത് ഡെൽറ്റ സ്ക്വയർ എന്നുള്ളത് നെഗ്ലക്റ്റ് ചെയ്യാം എനിക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2r delta is equal to L square by 4 or r is equal to L square by 8 delta. Put it as equation number 3. Therefore on substituting this r value in our equation 1, അതായത് നമ്മുടെ മൊമെൻറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് വെച്ച ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദറ്റ് ഇസ് WP is equal to yi by r ന് പകരം L square by 8 delta, or I can write 8 yi delta by L square.
From that I can write the depression equation, that is delta ഇതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാലോ, ഡെൽറ്റ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാം, that is delta is equal to WP L square by YI into 8 അല്ലേ, 8YI. ഡബ്ല്യുവിന് പകരം എനിക്ക് എം ജി എന്ന് കൊടുക്കാം, ദാറ്റ് ഇസ് ക്യാപിറ്റൽ എം ജി പി എൽ സ്ക്വയർ ബൈ 8YI. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക, മാറിപ്പോകരുത്. നന്നായിട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ ഇതെല്ലാം കിട്ടത്തുള്ളൂ, ക്ലിയർ ആവുള്ളൂ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. സോ ദിസ് ഇസ് അവർ ഡിപ്രഷൻ ഇക്വേഷൻ. ഓക്കെ, ഇനി ഫോർ റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ ഇത് യൂണിഫോം ബെൻഡിങ്ങിൻ്റെ കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത്. ഡിപ്രഷൻ ഇക്വേഷൻ ഫോർ യൂണിഫോം ബെൻഡിങ്, ദിസ് ഇസ് അവർ ഇക്വേഷൻ ഡിപ്രഷൻ. ഇനി അത് റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ വേറൊന്നുമില്ല, മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ BD³/12 വരും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 3mgPL²/2YBD³. ഇനി അതിൽ നിന്ന് നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാമല്ലോ. അതല്ലാതെ ഈ ഇക്വേഷൻ 4ൽ നിന്ന് നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം. അവർ എയിം ഈസ് ടു ഫൈൻഡ് ദ യങ്സ് മോഡുലസ് യൂസിങ് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് y ഈസ് ഈക്വൽ ടു, ഇതിലെന്തായിരിക്കും ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് എനിക്ക് കിട്ടുന്ന y എന്തായിരിക്കും, y ഈസ് ഈക്വൽ ടു എന്താണ്, mgPL²/8 ഡെൽറ്റ ഐ അല്ലേ. അതുപോലെ റെക്ടാങ്കുലർ ബീം ആണെങ്കിലോ ഈ ഇക്വേഷൻ 5ൽ നിന്ന് എനിക്ക് യങ്സ് മോഡുലസ് കിട്ടുന്നത് 3mgPL²/2 ഡെൽറ്റ BD³. ക്ലിയർ. ഇനി സർക്കുലർ ബീം ആണെങ്കിൽ I ഈസ് ഈക്വൽ ടു πr⁴/4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡെൽറ്റ വിൽ ബി mgPL²/2y πr⁴, or from that Young's modulus can be written as mgPL²/2 delta πr⁴. Put it as equation number 7. So that's the depression equations അല്ലെങ്കിൽ Young's modulus relation using uniform bending. ഇനി യൂണിഫോം ബെൻഡിങ് ഡിറ്റർമിനേഷൻ എങ്ങനെ നമുക്ക് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാം. ഈ വാല്യൂസ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചു, പക്ഷേ അത് ഡിറ്റർമിൻ എക്സ്പെരിമെൻ്റലി എന്ത് ചെയ്യും, എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് അത് നമ്മൾ പറയുന്നത് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ്. നിങ്ങളിത് ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതിന് നമുക്ക് നോക്കാം. The given bar is supported symmetrically on 2 knife edges. 2 knife edges എടുക്കുക. അതിലേക്ക് നിങ്ങൾ തന്നിരിക്കുന്ന ബാർ അല്ല, ഏത് ബാറാണോ, ചിലപ്പോൾ വുഡൻ സ്കെയിൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബീം ആയിരിക്കാം, മെറ്റൽ ബീം ആയിരിക്കാം. അതിനെ നിങ്ങൾ എടുത്താൽ 2 knife edgesൽ വെക്കുന്നു. ഫോർ എ ഡിസ്റ്റൻസ് 50 cm. ലെങ്ത് ഓഫ് ദ ബാർ ഇൻ ബിറ്റ്വീൻ ദ നൈഫ് എഡ്ജസ്, അതായത് നൈഫ് എഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 cm ആയിരിക്കണം. എന്നിട്ട് ആ ബാർ അതിൻ്റെ പുറത്തേക്ക് വെക്കുന്നു. 2 weight hangers are suspended on either side of the bar at equal distances P, say 10 cm from the knife edges. അതായത് നൈഫ് എഡ്ജിൽ നിന്ന് ഈ ബാറിലേക്ക് 10 cm അളക്കുക. എന്നിട്ട് അവിടേക്ക് നമ്മൾ ഹാങ് ചെയ്യുക 2 വെയ്റ്റ്സ്, 2 സൈഡിൽ, ഓരോ വെയ്റ്റ്സ് ട്രെയിൻ 2 സൈഡിൽ. A pin is fixed vertically at the midpoint of the bar. ഈ ബാറിൻ്റെ സെൻറ്ററിൽ നമ്മുടെ O എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് ഒരു പിന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇനി ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുക ആണ്, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണത്. എന്ത്, ഈ പിന്നിനെ നമ്മളവിടെ ഫോക്കസ് ചെയ്യും, പിന്നിൻ്റെ ടിപ്പിനെ. A traveling microscope is focused such that the horizontal wire is at the tip of the pin. The bar is brought into an elastic mode. അപ്പോൾ അതിൽ വെയിറ്റ് താങ്ങിയതിനനുസരിച്ച് ബാർ ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട് വലിയും അല്ലേ, 2 സൈഡിൽ നിന്നും വെയിറ്റ് ഉള്ളത് കൊണ്ട് അത് വലിയും. ഇലാസ്റ്റിക് മോഡ് ബൈ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെവറൽ ടൈംസ്. നമ്മൾ ഓരോ തവണയായിട്ട് വെയിറ്റ് 50 ഗ്രാമിൻ്റെ വെയിറ്റ് ഇങ്ങനെ ഇട്ടെടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഈ ബീം എലോങ്ങേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഇലാസ്റ്റിക് എഫക്റ്റ് അതിലുണ്ടാവുന്നു. The sufficient dead load is placed in the weight hanger. ആദ്യം നമുക്ക് ആവശ്യമുള്ളൊരു ഡെഡ് ലോഡ് കൊടുക്കുന്നു. Let W0 be the mass of the weight hanger and the additional dead load placed in it. The microscope is focused such that the tip of the pointer is at the horizontal wire. ആ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കിയിട്ട് ആ പോയിന്ററിൻ്റെ ടിപ്പ് ഹൊറിസോണ്ടൽ വയറുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. The reading on the vertical scale is taken. Vertical scale reading നമ്മൾ എടുക്കുന്നു. Now equal slots weighted are added to both hanger in steps of mass m. അതായത് അടുത്തത് ഡെഡ് ലോഡ് ഇട്ടു W0 വെച്ചിട്ട്, പിന്നെ അടുത്തത് നമ്മൾ അടുത്തൊരു വെയിറ്റ് ഇട്ട് കൊടുക്കുന്നു 2 സ്ലോട്ട്സിലും 2 സൈഡിലും. In each case the microscope is made to coincide with the tip. ഓരോ തവണയും മൈക്രോസ്കോപ്പിൻ്റെ റീഡിംഗ് എടുക്കുന്നു, എന്നിട്ട് അത് ടിപ്പുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ റീഡിംഗ് എടുക്കുന്നു.
Then the mass in the weight hanger is unloaded in steps. അപ്പോൾ അതെല്ലാം വെയിറ്റ് ഇട്ടിട്ട് പിന്നെ അതിനെ അൺലോഡ് ചെയ്യുന്ന പോർഷൻസും ഉണ്ട്. എന്നിട്ട് വീണ്ടും ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ്, റീഡിങ്സ് എടുക്കുകയാണ്. Okay, from these readings, the average depression delta is found out for a particular mass, capital M. That is, m 4 gram ആണ് എടുക്കുന്നതെങ്കിൽ 4 meter ആണ് എടുക്കുന്നതെങ്കിൽ that is 200 ഗ്രാമിന് വെച്ച് സ്റ്റഡി ചെയ്യുന്നു. And the quantity L square P divided by delta is calculated. അതായത് ആവറേജ് ഡിപ്രഷൻ നമ്മൾ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്കവിടെ ആവറേജ് ഡിപ്രഷൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. L square P by delta നമുക്ക് അങ്ങനെ അതിൽ നിന്ന് കിട്ടും. And the experiment is repeated for different values of L and the mean of L square P by delta is determined. അതായത് നമ്മളിപ്പോൾ L എന്ന് പറയുന്ന 50 സെൻറ്റിമീറ്റർ ആണ് വെച്ചത്, നൈഫ് എഡ്ജസിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് പകരം 40 സെൻറ്റിമീറ്ററിന് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഓരോ തവണയും ചെയ്ത് നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കി എടുക്കാം. ഇനി എന്താണ്, അത് കഴിഞ്ഞില്ല, എന്താണ് യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷനിൽ എൽ സ്ക്വയർ പി ബൈ ഡെൽറ്റ വരെ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ടേംസ് ഒക്കെ കിട്ടണം, ബിയും ഡിയും ഒക്കെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു സ്ക്രൂ ഗേജും വെർണിയർ കാലിപ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് ബ്രെഡ്ത്ത് ബി ഓഫ് ദ ബാർ ഈസ് ഡിറ്റർമിൻഡ് വിത്ത് വെർണിയർ കാലിപ്പർ. ബി നമുക്ക് ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വെർണിയർ കാലിപ്പർ വെച്ചിട്ടും തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ക്രൂ ഗേജ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അപ്പം ബ്രെഡ്ത്തും തിക്നെസ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we can substitute those values in the Young's modulus equation and you can get the final answer. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഡിപ്രഷൻ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് എൽ സ്ക്വയർ പി നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ്, എല്ലും നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ്. പി എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, നൈഫ് തൊട്ട് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് രണ്ട് സൈഡിലെയും. പിന്നെ എൽ എന്ന് പറയുന്നത് രണ്ട് നൈഫും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞു വെച്ചിട്ടാണ് അതിൽ വെയിറ്റ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഡിപ്രഷൻ, ലോഡിങ് ആൻഡ് ലോഡിങ് വെച്ചിട്ട് ഡിപ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽ സ്ക്വയർ പി ബൈ ഡെൽറ്റ കിട്ടി ഇക്വേഷനിൽ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന മാസ് നമുക്കറിയാം, അത് പിന്നെന്താ യങ്സ് മോഡുലസിൻ്റെ ബാക്കി ജി അറിയാം, പക്ഷെ അറിഞ്ഞുകൂടാത്തത് ബിയും ഡിയും, ബ്രെഡ്ത്തും തിക്നെസ്സും. അത് കണ്ടുപിടിക്കാൻ വെർണിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജും വെച്ച് കണ്ടുപിടിക്കുന്നു. ആൻഡ് ഫൈനലി യു ക്യാൻ ഫൈൻഡ് ദ യങ്സ് മോഡുലസ് ഓർ വാല്യൂ, ഓക്കെ, യൂസിങ് ദിസ് യൂണിഫോം ബെൻഡിങ് ഓർ പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ്. So that's all about this video. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയെങ്കിൽ അത് പറയാം. ഓക്കെ, so thank you for watching once again. Bye.